നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ വലിയൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ സീക്രട്ട് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും, ആർത്തവ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള, അമേരിക്കയിലുള്ള ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന അതേ ഗുണനിലവാരത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ ഏതൊരു സാധാരണക്കാരി സ്ത്രീക്കും ഉപയോഗിക്കാവുന്ന തരത്തിലാണ്, അത്രയും അഫോർഡബിൾ ആയിട്ടാണ് ഈ ഒരു സാനിറ്ററി നാപ്കിൻ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക്. എന്താണ് ഇതിന്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പാക്കിംഗ് തന്നെ അത്ര സേഫ്റ്റി ആയിട്ടുള്ള ഒരു പാക്കിംഗിൽ തന്നെ തുടങ്ങുകയാണ്. ഇതൊരു സിബ്ലോക്ക് കവറാണ്. ഇതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം ഫോയിൽ പേപ്പർ ആണ്. ഒരു തരത്തിലും ഈർപ്പം തങ്ങി നിൽക്കാത്ത അലുമിനിയം ഫോയിൽ പേപ്പർ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോന്നും തന്നെ സെപ്പറേറ്റ് പാക്കിങ്ങിലൂടെയാണ്. അതായത് നമ്മൾ എത്ര ബാഗിലിട്ടാലും, നമ്മൾ പുറത്തൊക്കെ വെച്ചാലും ഒരു തരത്തിലും പുറത്തു നിന്നുള്ള ഒരു ഈർപ്പം ഇതിലെത്താത്ത വിധത്തിലുള്ള അത്ര സേഫ് ആയിട്ടുള്ള പാക്കിങ്. ഇനി അത് മാത്രമല്ല, ഇതൊരു 100% നമുക്ക് പ്ലാസ്റ്റിക് നിർമ്മിത പാഡുകൾ നമ്മുടെ ശരീരത്തിൽ 52 തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ, ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 100% കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചേക്കണതെന്ന് പറഞ്ഞാൽ 100% ബ്രീത്തബിൾ സോഫ്റ്റ് ഹോട്ട് എയർ കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന്റെ ഒരു നടുഭാഗത്തായിട്ട് ഒരു സ്ട്രിപ്പ് കാണാനായിട്ട് സാധിക്കും. ഈ സ്ട്രിപ്പ് ഒരു സ്ത്രീയുടെ വജൈനയോട് ഏറ്റവും മുട്ടി നിൽക്കുന്ന ഭാഗത്താണ് ഈ സ്ട്രിപ്പ് വരുന്നത്. ഈ സ്ട്രിപ്പിലോട്ട് ബ്ലഡ് വന്ന് വീഴുമ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള 10ഓളം ടെക്നോളജികൾ, ഏറ്റവും വികസിത രാജ്യങ്ങൾ കണ്ടെത്തിയ 10ഓളം ടെക്നോളജികൾ കൂടെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് ഗ്രീൻ ടീയിലെ പോളിഫിനോൾസ് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ്. നമുക്ക് ക്യാൻസർ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും സെല്ലുകൾ നമ്മുടെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നശിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഈ ഒരു സ്ട്രിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ തടയാനായിട്ട് സഹായിക്കും. മോശമായിട്ടുള്ള സ്മെല്ലുകളെ ഇല്ലാതാക്കിയാക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇയുടെ കലവറയായിട്ടുള്ള അലോവേരയുടെ എക്സ്ട്രാക്ട് കൂടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, നമുക്ക് നോർമലി മറ്റുള്ള പാഡുകളൊക്കെ ഉപയോഗിക്കുമ്പം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ചൊറിച്ചില്, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഈ അലോവേരയുടെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ ഒരു നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് കൂടെ നമുക്ക്, മറ്റുള്ള പാഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കെയർ ആൻഡ് സേഫ് ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു ഹെർബൽ കൂളിംഗ് എഫക്റ്റ് കൂടെ നമുക്ക് കിട്ടാനായിട്ട് നമ്മളെ അലോവേര സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ആനയോൺ സ്ട്രിപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺസ് ആണ്. പ്രകൃതിക്ക് ദൈവം കൊടുത്തൊരു വലിയ വരദാനമാണ്, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മുടെ ബ്ലഡുമായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നശിപ്പിച്ച് നമ്മുടെ ആർത്തവ ദിവസങ്ങളെ എല്ലാം നല്ല സ്മൂത്ത് ആക്കി വിടാനായിട്ട്, നമ്മളെ സ്ട്രെസ് റിലീഫ് ആക്കി വിടാനൊക്കെ ആയിട്ട്, മൂഡ് സ്വിംഗ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ആനയോൺ സഹായിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്, നമുക്ക് മാഗ്നറ്റിക് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്ത അതും ഒരു വലിയ ഗിഫ്റ്റ് ആണ്. ഒരു നമ്മുടെ വജൈനയുടെ ഭാഗത്തുള്ള pH ലെവൽ ബാലൻസ് ചെയ്യാന്നുള്ള ഒരു അസിഡിക് pH ആയിട്ട് എപ്പോഴും ബാലൻസ് ചെയ്ത് പുറത്തുനിന്നുള്ള രോഗാണുക്കൾക്ക് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു വലിയ അവസരം തടയുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് അസിഡിക് pH ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള pH മൂല്യം കൂടിയ സോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ വജൈനയുടെ ഭാഗത്തുള്ള pH ലെവലിന്റെ ബാലൻസ് തെറ്റി ഇന്ന് അസിഡിക്കിന് പകരം ആൽക്കലൈൻ pHലോട്ട് മാറി നമ്മൾ തന്നെ നമുക്ക് വലിയ അണുബാധയ്ക്കുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ മാഗ്നറ്റിക് സ്ട്രിപ്പ് നമ്മുടെ ഓക്സിജൻ ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ബയോ എൻസൈമിന്റെ പ്രൊഡക്ഷൻ കൂട്ടി pH ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഗ്രാഫൈൻ ഓക്സൈഡ്. 2010 ഫിസിക്സിൽ നൊബേൽ സമ്മാനം കിട്ടിയ ഒരു ടെക്നോളജിയാണ് ഗ്രാഫൈൻ. നമ്മുടെ ശരീരത്തിലെ 2 ഹോർമോൺസിനെ, ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള എൻഡോർഫിന്റെയും അതോടൊപ്പം പെയിൻ കില്ലർ ഹോർമോൺ ആയിട്ടുള്ള എൻകഫാലിന്റെയും പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്ത് പീരീഡ്സിന്റെ സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന 70 മുതൽ 90% വരേക്കുള്ള പെയിനെ, വേദനകളെ ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതോടൊപ്പം നമ്മുടെ എനർജി സെല്ലുകളെ ബൂസ്റ്റ് ചെയ്യാൻ ഒരു നാനോ സിൽവർ ടെക്നോളജി, ഇമ്മ്യൂണിറ്റി സെല്ലുകളെ ബൂസ്റ്റ് ചെയ്യാൻ ഒരു ഫാർ ഇൻഫ്രാറെഡ് റേസ്, ഇതോടൊപ്പം തന്നെ ഇതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അബ്സോർഷൻ കപ്പാസിറ്റി. നോർമൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി പാഡിന് ഒരു 20 ml അബ്സോർഷൻ കപ്പാസിറ്റി ഇന്ന് വിപണിയിൽ നമുക്ക് കിട്ടുന്ന സമയത്ത്
250 ml അബ്സോർപ്ഷൻ കപ്പാസിറ്റിയാണ് കെയർ സേഫ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ഒരു ദിവസം ഒരു സ്കൂളിൽ പോകുന്ന, ഓഫീസിൽ പോകുന്ന സ്ത്രീകൾക്കെല്ലാം തന്നെ പാഡ് ചേഞ്ച് ചെയ്യേണ്ട ഒരു വലിയ ബുദ്ധിമുട്ടിൽ നിന്നും ഒഴിവാകാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് അബ്സോർബ് ചെയ്യാനായിട്ട് സുമിറ്റോമോ എന്ന് പറയുന്ന ജാപ്പനീസ് ടെക്നോളജിയിലുള്ള ഒരു സോഡിയം ക്ലോറൈഡ് ബേസ് ആയിട്ടുള്ള ഒരു ജെല്ലാണ് ഇതിന് അബ്സോർബന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സോഡിയം ക്ലോറൈഡ് ഹൈലി ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ജെല്ലുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ അതിനെ പോലും നശിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള സോഡിയം ക്ലോറൈഡ് പോലും അടങ്ങിയ ജെല്ലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ 100% നമ്മുടെ യൂട്രസിന് സേഫ് ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ദോഷങ്ങൾ ഇല്ല എന്നത് മാത്രമല്ല, നമ്മുടെ യൂട്രസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10ഓളം ടെക്നോളജികൾ കൂടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിനാണ് കെയർ സേഫ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. 100% ഇതിന് നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സർട്ടിഫിക്കേഷനോട് പോലും കൂടിയിട്ടാണ് ഈ ഒരു സാനിറ്ററി പാഡ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. 9ഓളം ലെയറുകളാണുള്ളത്. മറ്റുള്ള സാനിറ്ററി പാഡുകളും കെയർ സേഫും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഒന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമെന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു സ്ത്രീയുടെ ജീവന്റെ വിലയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് കേട്ടത് മാത്രമല്ല, നമുക്കൊന്ന് ഫീൽ ചെയ്യുകൂടെ ചെയ്യാം. ഇത് കെയർ സേഫിന്റെ സാനിറ്ററി നാപ്കിനാണ്. ഒപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാഡുകളുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി നാപ്കിനാണിത്. ഈ ഒരു സിറിഞ്ച്, ഇതിനകത്ത് ഒരു 60 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നോർമൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് നോർമൽ ബ്ലീഡിംഗ് ആണെങ്കിൽ ഒരു 80 ml ബ്ലഡ് വരേക്കുമാണ് പുറത്തു പോണത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊരു 60 ml വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 2 നാപ്കിനകത്തും നമ്മൾ ഒരുപോലെ ഈ ഒരു വെള്ളം ഒഴിക്കുക. രണ്ടിനകത്തും 60 ml വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. 2 പാഡിനകത്തും ഒരുപോലെ തന്നെയാണ് ഒഴിച്ചത്. വീണ്ടും ഒരു 60 ml എടുത്ത് നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി നാപ്കിനും കൂടെ രണ്ട് പാഡിനകത്ത് നമ്മൾ ഒരുപോലെയാണ് ഒഴിച്ചത്. ഇപ്പൊ വിത്തിൻ സെക്കൻഡ്സേ ആയിട്ടുള്ളൂ. നമുക്ക് എന്താണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്നിട്ട് നമ്മുടെ 2 കൈയും വെച്ചിട്ട് ഇവിടെ ഒന്ന് അമർത്തി നോക്ക്. 2 കൈയും 2 പാഡിനകത്തും എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ കൈ തന്നെ ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല, ശരിയല്ലേ? നനഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ പാഡിൽ നിന്ന് ഇറ്റിറ്റ് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കണ്ടോ, ഇതാണ് ഈ പാഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇനി എത്ര അമുക്കി നോക്കിയാൽ പോലും ഇതിൽ നിന്ന് ഒരു തരി പോലും വെള്ളം വരുന്നില്ല. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി പാഡാണ്. ഇപ്പം ഈ രാവിലെ നമ്മൾ സ്കൂളിലൊക്കെ വെച്ചുകൊണ്ട് പോയിട്ട് വൈകിട്ട് വരേക്കും തിരിച്ചു വരുമ്പം ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിപ്പോർട്ട് പറയുന്ന റിപ്പോർട്ട് ഫ്രം ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വിത്തിൻ 2 hours of a woman putting a traditional pad about 107 different germs per cubic centimeter develop on the surface area of the pad. 2 മണിക്കൂർ പോലും നമ്മൾ ഇത്രയും നനവുള്ള ഒരു സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ 1 cubic centimeter ഏകദേശം ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന അത്ര സ്ഥലത്ത് പോലും 107 പലതരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങള് ഈ പാഡ് ഉപയോഗിച്ച്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 4 മണിക്കൂറേ മാക്സിമം ഒരു പാഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 6 പാഡുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പാഡുകളുടെ പാക്കറ്റ് എടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, 6 7 എണ്ണത്തിന്റെ പാക്കറ്റുകളായിരിക്കും നമുക്ക് മിക്കവാറും കിട്ടുക, ശരിയല്ലേ? അതെന്തായിരിക്കും? ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള ഒരു പാക്കാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകള് ഒരു മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്നതെന്ന് പറഞ്ഞ. അപ്പൊ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു വെക്കൂ, ഒരു മാസം നമ്മൾ ഈ 6 7 പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് എത്രമാത്രം രോഗാണുക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ യൂട്രസിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താല്, ആദ്യമേ തന്നെ പറഞ്ഞു ഇതിന്റെ പുറത്ത് ഇതൊന്ന് നമുക്കൊന്ന് ഇതിനെ ഒന്ന് കീറി മുറിച്ചൊന്ന് പരിശോധിക്കാം. ആദ്യമേ തന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ പാഡുകൾ, ഇതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതിൽ നിന്നും
ഈ പറയുന്ന പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലെ ചൂടുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിന്റെ ചൂടുമായിട്ട് ബന്ധം വരുമ്പോൾ ഇതിൽ നിന്ന് ഡയോക്സിനും കാർബൺ മോണോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും. അത് നേരെ നമ്മുടെ വജൈനയിലൂടെ നമ്മുടെ യൂട്രസിലേക്കാണ് ചെന്ന് ചേരുന്നത്. 52 തരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന 2 വിഷവാതകങ്ങൾ നേരെ നമ്മുടെ യൂട്രസിലേക്ക് എത്തിപ്പെടും. ഇനി അത് കൂടാതെ ഇത്രയും കട്ടിയുള്ള ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിനെ ഇത്രയും സോഫ്റ്റ് ആക്കി മാറ്റാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫാലേറ്റ്സ് എന്ന് പറയുന്ന 6ഓളം ഘടകങ്ങൾ ഇതിനെ സ്മെല്ല് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒരു ദിവസം മുഴുവൻ ഉപയോഗിച്ചാൽ പോലും ഒരു പാഡിൽ നിന്ന് സ്മെല്ല് വരാതിരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒരു 7ഓളം കെമിക്കൽ, അതായത് 52 തരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന 2 വിഷവാതകങ്ങളും നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 13ഓളം മാരകമായിട്ടുള്ള കെമിക്കലുകളും നനവുള്ളത് കൊണ്ടുള്ള ഇത്രയും മാരകമായിട്ടുള്ള രോഗാണുക്കളുമാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങള് ഒരു ദിവസം മുഴുവൻ, ഒരു 10 വയസ്സിലെ പീരീഡ്സ് ആവുന്ന ഒരു പെൺകുട്ടി ഒരു 10 വർഷം ഉപയോഗിച്ച് 20 വയസ്സാവുമ്പത്തേനും അവൾക്ക് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ഇല്ലാതിരിക്കുക? അവളുടെ പീരീഡ്സിൽ എങ്ങനെ വ്യത്യാസം വരാതിരിക്കും? അവൾക്ക് എങ്ങനെ വേദനയില്ലാത്ത പീരീഡ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അവൾക്ക് എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും? എങ്ങനെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും? എങ്ങനെ അവളുടെ ഗർഭപാത്രം അവൾക്ക് ജീവനുള്ളിടത്തോളം കാലം അവളുടെ കൂടെ നിലനിർത്താനായിട്ട് സാധിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. 10 വർഷക്കാലത്തോളം ഈ മാരകമായിട്ടുള്ള വിഷവാതകങ്ങളും കെമിക്കലുകളും നേരെ നമ്മുടെ യൂട്രസിലേക്ക് എത്തിയാൽ എങ്ങനെ ആരോഗ്യത്തോടുള്ള ഒരു യൂട്രസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, യാതൊരു തരത്തിലും നനവില്ല. ഇനി ഇതും ഞാൻ നിങ്ങളെ ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് കീറി മുറിച്ച് തന്നെ നോക്കാം. ഇതിന്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 100% കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഫ്രണ്ട് ലെയർ എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രീത്തബിൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രണ്ട് ലെയർ എന്ന് പറഞ്ഞാൽ. ഇത് 9ഓളം ലെയറുകളുടെ പ്രൊട്ടക്ഷൻ ആണുള്ളത്. ഫെദർ കോട്ടൺ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് ഇതിന്റെ ഓരോ ലെയറുകളും. ഇനി എങ്ങനെയാണ് ഇത് ഇത്ര പെട്ടെന്ന് ഇത് ഇത്രയും വെള്ളം അബ്സോർബ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജാപ്പനീസ് ടെക്നോളജിയിലുള്ള സുമിറ്റോമോ എന്ന് പറയുന്ന ജെല്ലാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ത്രോട്ട് ഇൻഫെക്ഷൻ, തൊണ്ടയ്ക്കൊക്കെ ഒരു വേദന വന്നാൽ അന്നേരം ഉപ്പുവെള്ളം കവിൾക്കൊള്ളും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഉപ്പിന് ഹൈലി ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അണുബാധയെ ചെറുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉപ്പുവെള്ളം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രിപ്പിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ടൊരു ഇൻഫെക്റ്റഡ് ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള സോഡിയം ക്ലോറൈഡ് കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് 60 ml വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചത് അല്ലെ. ഈ ജെല്ലിനകത്ത് 60 ml അല്ലേ സിറിഞ്ചിൽ ഒഴിച്ചത്. ഇപ്പൊ ഏകദേശം ഇതിനകത്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം നമുക്കൊന്ന് ഒഴിക്കാം. ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഞാൻ ഈ 60 ml ഒഴിച്ച ഈ ഒരു ജെല്ല് ഇതിലേക്കൊന്ന് ഇടുക കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ ഈ ജെല്ലൊന്ന് ഇട്ടു. ഇനി അതിന്റെ ഒപ്പം തന്നെ മറ്റ് പാഡുകളിൽ അബ്സോർഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ന്യൂസ് പേപ്പർ, അത് റീസൈക്കിൾ ചെയ്ത് വരുന്ന ടിഷ്യൂ പേപ്പർ പല അടുക്കുകളായിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത്. ഇവിടെയും അതിന്റെ റിപ്പോർട്ടുകളുണ്ട്. സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് മോസ്റ്റ് സാനിറ്ററി പാഡ്സ് ഓൺ ദ മാർക്കറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റീസൈക്കിൾഡ് പേപ്പർ മെറ്റീരിയൽ ദാറ്റ് കണ്ടെയ്ൻ പ്രിന്റ്, ഇങ്ക് ആൻഡ് ക്ലോറിൻ. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് റീസൈക്കിൾ ചെയ്യാൻ പോകുന്ന പേപ്പറിനകത്ത് ഓൾറെഡി കാർബൺ മഷി ഉണ്ടാവും. അത് റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ക്ലോറിൻ ഉണ്ടാവും. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, 2 പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ ഇടയ്ക്ക്, 2 പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഇടയ്ക്ക് 3-4 ടിഷ്യൂ പേപ്പർ മടക്കി വെച്ച് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സ്ത്രീകള് ഓരോ മാസവും 1-2 മണിക്കൂറല്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം. ഏകദേശം 125 മണിക്കൂർ ഒരു സ്ത്രീ ഇതുപോലെയുള്ള പാഡ് ഉപയോഗിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് ആണ് ഞാൻ പറഞ്ഞത്. 52 തരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന 2 വിഷവാതകങ്ങൾ, ഡയോക്സിനും കാർബൺ മോണോക്സൈഡും, 13ഓളം മാരകമായിട്ടുള്ള കെമിക്കലുകള്, നനവുള്ളത് കൊണ്ടുള്ള കോടിക്കണക്കിന് രോഗാണുക്കള്, കാർബൺ മഷി, ക്ലോറിൻ, ഇങ്ങനെ തുടങ്ങി ഒരു കെമിക്കൽ ജ്യൂസ് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു 10 വയസ്സ് തുടങ്ങി 20 വയസ്സ് ഉപയോഗിക്കുമ്പോൾ 10 വർഷം കൊണ്ട് വളരെ വലിയ ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഒരു വിപത്തിലേക്കാണ് നമ്മുടെ തലമുറയെ നമ്മൾ തള്ളിയിടുന്നതെന്ന് പറയാം. നിങ്ങൾ എല്ലാവരും ഗുരു എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ആ ഗുരു സിനിമയുടെ പ്രത്യേകത, ആ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും കണ്ണറിയാൻ വയ്യ എന്നുള്ള. എന്താ അവർക്ക് കണ്ണറിയാൻ വയ്യാത്ത ഒറ്റ കാര്യമുള്ളൂ, ആ നാട്ടിലെ ഒരു ആചാരമാണ്. ആ നാട്ടിലെ ഒരു ആചാരപ്രകാരം ഒരു ഇലാമ പഴത്തിന്റെ പഴം പിഴിഞ്ഞ നീരാണ് കുഞ്ഞ് ജനിച്ചാലുടൻ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ വായിലേക്ക് ഇറ്റു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദൈവം കുഞ്ഞിന് കൊടുത്ത, ഒരു മനുഷ്യന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്ന വലിയ സമ്മാനം കുഞ്ഞിന് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അത് നഷ്ടപ്പെടാൻ കാരണക്കാരി ആരാന്ന് വെച്ചാൽ
ഒറ്റ ഉത്തരമേ ഉള്ളൂ, അമ്മയാണ്. പക്ഷെ അമ്മ അറിയാതെയാണ് അമ്മ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും ഇന്റൻഷൻ എടുത്തതെന്ന് ഒറ്റ കാര്യമുള്ളൂ, ഞാനും നിങ്ങളും എന്ന അമ്മമാരറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വലിയ വിപത്തിന് കാരണക്കാരിയായിട്ട് ഞാനും നിങ്ങളും എന്ന അമ്മമാര് മാറുകയാണെന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അത് നമ്മൾ നമ്മുടെ കൂടെയുള്ള എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഇന്റൻഷനാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഓൾറെഡി ഇതിനകത്തൊരു 1/2 ഗ്ലാസോളം വെള്ളം ഉണ്ടായിരുന്നു, ഒരു 100-150 ml വെള്ളം ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഓൾറെഡി 60 ml ഒഴിച്ച ജെല്ല് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു. നമ്മുടെ മറ്റുള്ള സാനിറ്ററി പാഡിന്റെ വെള്ളം കൂടെ ഞാൻ ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്കൊരു മാജിക് കാണാം. ഇത് കണ്ടോ, ഇത്രയും വെള്ളം ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും നനവില്ലാതെ. ഇനി വീണ്ടും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒന്ന് വരോ, ഇങ്ങനെയൊന്ന് തൊട്ട് നോക്കിക്കേ, എന്തെങ്കിലും തരത്തിലുള്ള നനവ് നമ്മുടെ കയ്യിലാവണ്ടോ എന്ന് നോക്കിയേ. ഉണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള നനവുണ്ടോ? ഇനി ഒന്ന് തൊട്ട് നോക്കിയാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൂടി ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ അത്രമാത്രം ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള നനവില്ലാത്ത വിധത്തില് നമ്മുടെ ശരീരത്തെ ഏറ്റവും സേഫ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് സംരക്ഷിക്കാൻ പറ്റിയ ജെല്ലാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് വെള്ളമായി പോകാനുള്ളതേ ഉള്ളൂ. ഉപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളമായിട്ട് പൊയ്ക്കോളും. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു ടെസ്റ്റ് കൂടെ, ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. മറ്റൊന്നുമല്ല, ഈ ഒരു സ്ട്രിപ്പിന്, ഈ ഒരു സാനിറ്ററി പാഡിന്റെ സ്ട്രിപ്പിലുള്ള ഒരു നമ്മൾ പറഞ്ഞു 10ഓളം ഏറ്റവും നൂതനമായിട്ടുള്ള രാജ്യങ്ങൾ കണ്ടുപിടിച്ച അവരുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ട് അവർ കണ്ടെത്തിയ ടെക്നോളജികൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഈ പറയുന്ന വലിയ വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മളും ഇവിടെ കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ട്രിപ്പിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ സ്ട്രിപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് വെറും ഒരു കോട്ടൺ തുണിയുടെ കഷ്ണമാണോ, അതോ ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ബെറ്റാഡിൻ സൊല്യൂഷൻ ആണ്. ഇത് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന നമ്മുടെ ഗ്രീൻ ടീയുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് പോളിഫിനോൾസ് നമ്മുടെ ഈ ഒരു സ്ട്രിപ്പിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ബെറ്റാഡിൻ സൊല്യൂഷനിൽ ഒരു ഓക്സിഡന്റ് ഉണ്ട്, പോവിഡോൺ അയഡിൻ എന്ന് പറയുന്ന ഒരു ഓക്സിഡന്റ്. ഈ ഓക്സിഡന്റുമായിട്ട് ഇത് പ്രവർത്തിക്കോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ്സിലെ വെള്ളത്തില് ഈ ബെറ്റാഡിൻ സൊല്യൂഷൻ ഒന്ന് കലർത്താണ്. നിങ്ങൾ കണ്ടു കാണും, ഈ സൊല്യൂഷൻ എന്തായാലും മഞ്ഞ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഈ സ്ട്രിപ്പ് ഈ ഒരു സൊല്യൂഷനിൽ എങ്ങനെയാ പ്രവർത്തിക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമ്മുടെ ഈ സ്ട്രിപ്പ് അതിനകത്തുള്ള ഓക്സിഡന്റിനെ നശിപ്പിക്കും എന്നുള്ളതാണ്. ആ ഓക്സിഡന്റിനെ അത് വലിച്ചെടുത്തു, നശിപ്പിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് നമ്മളെ കാരണക്കാരാക്കുന്ന ഓക്സിഡന്റുകളെ, ഓക്സിഡേഷനെ തടയാനായിട്ടും ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാനായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ബ്ലഡിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ അതിനെ വലിച്ചെടുത്ത് നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് ഇതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീകളിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് മെൻസ്ട്രൽ കപ്പ് എല്ലാവരും ഭയങ്കര സേഫ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മെൻസ്ട്രൽ കപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആണ്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് നമ്മുടെ സ്ത്രീകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ പ്രശ്നങ്ങൾ ഇരിക്കുന്നത്. ഗുണത്തെക്കാളേറെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വളരെയധികം പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു മെൻസ്ട്രൽ കപ്പ്. കാരണം ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം ശരീരത്തിന്റെ വെളിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ കുറിച്ചാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ കപ്പ് നമ്മുടെ ശരീരത്തിന്റെ ഗർഭാശയ മുഖത്തേക്ക് നമ്മൾ വെക്കുന്ന ഒരു സാധനമാണ്. അത്രമാത്രം ഹൈജീൻ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഈ പറയുന്ന നമ്മുടെ മെൻസ്ട്രൽ കപ്പിന്റെ ഈ ഒരു ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പാണിത്. അതിന്റെ ഒരു എന്താ പറയാ, അതിലൊരു വാണിംഗ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ മദ്യക്കുപ്പികളുടെയും അതുപോലെ തന്നെ നമ്മുടെ സിഗരറ്റ് പാക്കറ്റുകളുടെ ഒക്കെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാൻ സാധിക്കും. ടോക്സിക് ഷോക്ക് സിൻഡ്രം പോലെയുള്ള മാരകമായിട്ടുള്ള 1,00,000 പേര് ഉപയോഗിച്ചാൽ 17 പേർക്ക് മരണത്തിന് കാരണമാകുന്ന സ്റ്റെഫിലോകോക്കസ് അണുബാധ മൂലം ഉണ്ടാകുന്ന രോഗം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ ഉണ്ടാകുമെന്ന് ഈ കപ്പിന്റെ പുറത്തു പോലും എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും അറിയാതെയാണ് നമ്മൾ കംഫർട്ടബിളിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ടെക്നോളജികൾ ഉപയോഗിച്ച് നമ്മൾ വലിയ വലിയ രോഗങ്ങളിലേക്ക് വഴിവെക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതെല്ലാം നമുക്ക് കേട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു വലിയ